കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ്. നിലവിൽ 5 പേർ മാത്രമാണ് പ്രതികളെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. വിവരങ്ങളുമായി ശ്രീജിത്ത്, കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? പ്രത്യേകിച്ച് ഇക്കാര്യം അറിഞ്ഞിട്ട് ആരെങ്കിലും പറയാത്തതാണോ? ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ഈ പരിശോധന ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? പ്രത്യേകിച്ച് ഇന്നലെ ഈ മറ്റ് ആകെയുള്ള 6 കുട്ടികളാണ് ഇരയായവരായി പറയുന്നത്. ഈ മുഴുവൻ ആളുകളുടെയും ബാക്കി 5 പേരുടെയും മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഉൾപ്പെടെ മൊഴി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും ഇതിന് പരാതി ഉണ്ടോ എന്ന് തന്നെയാണ്. നേരിട്ട് മൊഴി വേണം, അല്ലാതെ മറ്റൊന്നും നടക്കൂല. അതിനപ്പുറത്തേക്ക് ഈ ഫോണിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ എന്തെങ്കിലും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതുണ്ടോ, ഇതൊക്കെ പരിശോധിക്കാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. സ്വാഭാവികമായ അന്വേഷണത്തിന്റെ ഭാഗമാണ്. കാരണം പല സംശയങ്ങളും ഉണ്ട്. ഈ 3 മാസത്തോളം ഇതിങ്ങനെ നടന്നിട്ടും ആരോടും പറയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന കാര്യം അടക്കം പരിശോധിക്കുന്നുണ്ട്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഒരു തുടർ നടപടിയിലേക്ക് കടക്കാൻ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന പരിശോധനയാണ് നടക്കുക. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ കൂടുതൽ വിശകലനങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ. പ്രത്യേകിച്ച് ഇനിയും വേണോ ഈ ആനപ്രേമം നമുക്ക് എന്നതൊക്കെ നമ്മൾ ഇനി ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. അത് ആലോചിക്കേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചിരിക്കുന്നു. ഇന്നലെ 3 ജീവനുകൾ കൂടി നഷ്ടമായിരിക്കുകയാണ്. വിശദമായി